ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് കെസിയ. ഞാൻ കണ്ണമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 4ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. കൂടെയുള്ളത് എൻ്റെ അമ്മ ലൈല. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 13ാമത്തെ പുതുക്കലിന് എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി പത്രം കിട്ടിയപ്പോഴുള്ള ദൈവിക അനുഭവങ്ങളാണ്. എനിക്ക് ആ കൗൺസിലിംഗ് കഴിഞ്ഞ് ഉടമ്പടി പത്രം എൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഒരു പത്രത്തിൻ്റെ ആ ഒരു മണമായിരിക്കും എന്നാണ് വിചാരിച്ചത്. താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, ഞാൻ ഈ ഒരു പത്രം സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? അതുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ മാതാവ് വന്നോന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇവിടെ പ്രദക്ഷിണത്തിന് വന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. രണ്ടാമത്തത്, ഞാൻ മൂവാറ്റുപുഴയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ വെച്ചപ്പോൾ ഞാൻ പ്രധാന കാരണമായിട്ട് വെച്ചത് എനിക്ക് എന്നും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം, ഒരു ജോലി സ്ഥലം എനിക്ക് ലഭിക്കണമെന്നായിരുന്നു. പ്രധാന നിയോഗം എന്ന് പറയുന്നത് എന്നും കുർബാനയ്ക്ക് പോകാൻ സാധിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നത് ഞാൻ കാണും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, എനിക്കും എന്നും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന്. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ഞാനൊരു വലിയൊരു പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുർബാന സ്വീകരണ സമയമായി. എല്ലാവരും നിരനിരയായിട്ട് കുർബാന സ്വീകരിക്കാൻ നിന്നു. വലിയ നീണ്ടൊരു നിരയായിരുന്നു അത്. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും ദിവ്യകാരുണ്യം നൽകിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിലുള്ള ദിവ്യകാരുണ്യം തീർന്നു പോയി. അച്ഛൻ അതെടുക്കാൻ സക്രാരിലേക്ക് തിരിച്ചു വന്ന് ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ എന്നെ ഏറ്റവും ബാക്കിൽ നിന്ന് എന്നെ എത്തി നോക്കി എൻ്റെ അടുക്കലേക്ക് വന്ന് എനിക്ക് ദിവ്യകാരുണ്യം തരുന്നതായിട്ട്, ഞാനത് മുട്ടുകുത്തി നിന്ന് സ്വീകരിക്കുന്നതായിട്ട് ഒരു സ്വപ്നം എനിക്ക് കണ്ടു. അന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ നിന്ന് എല്ലാവരും കുർബാന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആ ദിവസം തുടങ്ങി എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. ഞാൻ പോകാൻ തുടങ്ങിയിരുന്നു. പിന്നെ പോവാതെ ആയത് എൻ്റെ റീസൺ കൊണ്ട് മാത്രം ഞാൻ പോവാതെ ആയിരുന്നുള്ളൂ. മാതാവ് എനിക്ക് അതിനുള്ള അവസരം മാതാവായിട്ട് തന്നെ ഒരുക്കി തന്നിരുന്നു. അടുത്ത സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ആ സമയത്ത് വളരെ വലിയൊരു ബ്ലീഡിങ് ഉണ്ടായി. ഈ ബ്ലീഡിങ് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതലേ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയ്ക്ക് ഈ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്തോ വലിയ മാരക രോഗമാണെന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നു അമ്മ. ഞങ്ങളെ നോക്കേണ്ട കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു ഈസ്റ്റർ സമയമായപ്പോഴേക്കും അത് ഭയങ്കര കൂടുതലായി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏർലി ക്യാൻസർ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അതുകൊണ്ട് ഡിയാൻസി ചെയ്യണം. അതല്ലാതെ ഫൈബ്രോയിഡ് ഉണ്ട്, നീർക്കെട്ടുണ്ട്, മൂത്രത്തിൽ കല്ലുണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്തായാലും ഡിയാൻസി ചെയ്യണം. അപ്പോൾ ഡിയാൻസി ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് ഏപ്രിൽ 27 ആയിരുന്നു. അന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, 50ാമത്തെ വയസ്സ്. അപ്പോൾ വളരെയധികം സങ്കടത്തോടെയാണ് ആ ഒരു പ്രൊസീജിയറിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവ് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റായിട്ട് വേണം വരാനെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ഡ്രസ്സും അവിടെ നിൽക്കാനുള്ള സ്റ്റേജ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല, അതിന് ഇനിയും പ്രൊസീജിയറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോയിട്ട് പിന്നീട് വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അതും ദൈവിക നിയോഗമാണ്. ആ സമയം ഞാൻ ചെന്ന് നിന്നപ്പോൾ ഇത് മാതാവിൻ്റെ തീരുമാനമാണോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിനു മുമ്പ് 1 മാസം മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞ സാക്ഷ്യം ആ ഒരു സമയത്ത് അപ്പായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഇത് മാതാവിൻ്റെ ഒരു നിയോഗം തന്നെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നു, ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും ചെയ്യേണ്ട, 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ 3 മാസക്കാലം എല്ലാ ശനിയാഴ്ചയും അഖണ്ഡ ജപമാല വീട്ടിൽ ചെല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തൈലം, ഉപ്പ്, തേന് ഇതൊക്കെ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ 3 മാസം കഴിഞ്ഞ് സ്കാനിങ്ങിന് ചെല്ലുന്നത് മാതാവിൻ്റെ കിരീടധാരണ തിരുനാളിൻ്റെ അന്നാണ്. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി. അതുമായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. കുറേ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ തടിപ്പ് ഇപ്പോൾ അവിടെ കാണാനില്ല, അതുകൊണ്ട് ഡിയാൻസി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നീർക്കെട്ട് പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഫൈബ്രോയിഡ് കാണാനില്ല, മൂത്രത്തിൽ കല്ലില്ല.
അപ്പോൾ ഇനി ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു മരുന്ന് ഞങ്ങൾക്ക് അന്ന് തന്നില്ല. ഇനി വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണമെങ്കിൽ മാത്രമേ ചെയ്താൽ മതി, ഞങ്ങൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാതാവ് വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു എക്സാം, കൂൾ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ചാൻസിൽ തന്നെ ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ അനിയന്, അവൻ മാൾട്ടയിലായിരുന്നു, അവൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അവന് നല്ല ജോബ് വിസയോടുകൂടെ നല്ലൊരു ജോലി അവന് ലഭിച്ചു. അങ്ങനെ ഈ ഉടമ്പടിയെല്ലാം ആയിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ പത്രങ്ങൾ 11 പത്രം, കെട്ടുപത്രം എല്ലാ മാസവും ഇവിടെ നിന്ന് വന്ന് വാങ്ങി എല്ലാ വീടുകളിലും ബസ് സ്റ്റാൻഡിനും എല്ലാ അറിയാത്തവരെ ദൈവത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാഡി ഈ വൃദ്ധസദനത്തിൽ ചെന്നിട്ട് എല്ലാവരെയും ഷേവ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അപ്പോൾ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മറ്റുള്ളവർക്ക് ആർക്കാണ് അർഹത അവരെ ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണേന്ന്. അങ്ങനെ കുറേ അർഹതപ്പെട്ടവർക്ക് സഹായം എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചുവല്ലോ. യേശുവിൽ പ്രിയമുള്ളവരെ, കെസിയ TJ കണ്ണമാലിയുടെ സാക്ഷ്യമാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി മാറണമെന്ന്. സിൽവർ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും മാതാവ് തന്നെയാണെന്ന്. ശരിക്കും മാതാവ് തന്നെയാണ് ആ മോളും. കാര്യം അവർക്ക് പിന്നെ ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നതുള്ളതാണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം സിൽവർ പേപ്പറിന് മുൻപ് തന്നെ അവർക്ക് സാധിച്ചു കിട്ടി. പിന്നെ കൊടുക്കുന്ന എല്ലാം അമ്മയുടെ ഗിഫ്റ്റാണ്. അവരിവിടെ വന്ന് എന്നിട്ട് സിൽവർ പേപ്പർ കിട്ടിയപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ യോഗ്യയാണോ അമ്മേ? ഈ സിൽവർ പേപ്പർ വഹിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ആ മോള് പറയുക, പരിശുദ്ധ അമ്മയോട് ചോദിക്കുക. ഇവിടെ വന്ന് ആ പ്രദക്ഷിണത്തിന് നിന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ സിൽവർ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന്, മുല്ലപ്പൂവിൻ്റെ മണം. അമ്മ സുഗന്ധാഭിഷേകമായിട്ട് അവളുടെ അടുത്ത് ചെന്നു. അതാണ് സിൽവർ പേപ്പർ അമ്മ തന്നെയാണെന്ന് പറയുന്നത്. അതിനുശേഷം പ്രദക്ഷിണത്തിന് നിന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയെ കിട്ടിയത്. പ്രദക്ഷിണത്തിന് അമ്മയെയും വഹിച്ചുകൊണ്ടാണ് അവൾ ഉടമ്പടി നിയോഗം നിക്ഷേപിക്കുന്നത്. അതിനുശേഷം അവർ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, 1 കെട്ടും 2 കെട്ടും അല്ല അവർ വാങ്ങുന്ന, എല്ലാ മാസവും ഇവിടെ വന്ന അവർ അച്ഛനും മോളും കൂടി വന്ന് 11 പാക്കറ്റ് പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോണത്. എന്നിട്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹം അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ വീടുകളിലെല്ലാം കയറി ഇറങ്ങി ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാം അവർ നടന്നു കൊടുക്കുകയാണ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. ഉടമ്പടിയിൽ കൃത്യത, ശ്രദ്ധ ഇവർ വഹിച്ചു. ദിവ്യബലിയിലുള്ള പങ്കാളിത്തം. ആ കുട്ടി പറയുക, എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് ദിവ്യബലിക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഈശോ അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, നീ കുർബാന സ്വീകരിക്കുന്നതായിട്ട്. ഒരച്ഛൻ വന്ന് അവർക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം അവർക്കൊരു തളർച്ചയും വന്നില്ല, ഒരു മടിയുമില്ലായിരുന്നു. വെളുപ്പിനെ എണീറ്റ് ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടാണ് അവർ വീണ്ടും ജോലിക്ക് പോകുന്നതെന്ന്. പരിശുദ്ധമ്മ ഓരോ നിമിഷവും ജോലി മേഖലയിൽ ഉയർച്ച കൊടുത്തു. അവരെന്ത് ചോദിക്കുന്നോ അതെല്ലാം അമ്മ കൊടുക്കുക തൻ്റെ പുത്രനോട് പറഞ്ഞു. കാര്യം ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടിയാണ്, സത്യസന്ധതയോടുകൂടിയാണ്. അങ്ങനെ പരിശുദ്ധമ്മ ഈശോ വഴി കൊടുത്ത വൻകൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.